കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച റബ്ബർ കർഷകർ നിരാശയിൽ. പ്രതിസന്ധിയിലായ റബ്ബർ കാർഷിക മേഖലയിൽ സഹായിക്കാൻ പ്രതീക്ഷ നൽകുന്ന ഒന്നും നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ ഉണ്ടായിരുന്നില്ല. വൻകിട ടയർ കമ്പനികൾക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ പ്രതികരിച്ചു. ഉൽപാദന ചെലവിന് ആനുപാതികമായി വില ലഭിക്കാത്തതാണ് റബ്ബർ കാർഷിക മേഖല നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ഇതിനിടയിൽ സബ്സിഡികൾ വെട്ടിക്കുറച്ചതും വിലത്തകർച്ചയും റബ്ബർ കർഷകർക്ക് തിരിച്ചടിയായി. ഈ ഘട്ടത്തിൽ കേന്ദ്ര ബജറ്റിനെ പ്രതീക്ഷയോടെയാണ് കർഷകർ നോക്കിക്കണ്ടത്. ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചും സബ്സിഡികൾ പുനഃസ്ഥാപിച്ചും ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ചും സർക്കാർ കർഷകരെ സഹായിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ കേന്ദ്ര ബജറ്റിൽ ഒന്നും ഉണ്ടായില്ലെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. കേന്ദ്ര ബഡ്ജറ്റ് പൊതുവിൽ നിരാശാജനകമാണ്. കാർഷിക മേഖലയെ പാടെ അവഗണിച്ചിരിക്കുന്നു. വിശിഷ്യ കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതീക്ഷയ്ക്ക് അവകാശമുള്ള ഒരു നിർദ്ദേശവും ബഡ്ജറ്റിൽ ഇല്ലെന്ന് മാത്രമല്ല, കേരളത്തിലെ റബ്ബർ കൃഷിക്കാരെ ഒരു തരത്തിലും സഹായിക്കാൻ ആവശ്യമായ ഒരു ഇടപെടലും കേന്ദ്ര ബഡ്ജറ്റിലില്ല. വൻകിട ടയർ കമ്പനികളെ സഹായിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കർഷക സംഘം. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും റബ്ബർ മേഖലയെ സഹായിക്കാൻ, റബ്ബർ കർഷകരെ സഹായിക്കുമെന്ന് നിരന്തരമായ അഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷേ ആ അഭിപ്രായം പറയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് കേരളത്തിലെ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ റബ്ബർ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി 600 കോടി രൂപ താങ്ങുവിലയ്ക്ക് മാറ്റിവെച്ച പോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിശ്ചിത തുക മാറ്റിവയ്ക്കുക. അതല്ല എങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക്, റബ്ബർ കർഷകർക്ക് കൊടുക്കുന്ന ചെറിയ സഹായമെങ്കിലും കേരളത്തിലെ കർഷകർക്ക് കൊടുത്താൽ കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാം. എന്നാൽ തോട്ടം മേഖലയിൽ ടൂറിസം പദ്ധതികൾ ആരംഭിക്കാനായി ബജറ്റിലൂടെ കഴിയുമെന്നാണ് ബി.ജെ.പിയുടെ നിലപാട്. ഉൾനാടൻ ടൂറിസം, അതായത് നമ്മുടെ റബ്ബർ മേഖലയിൽ 5% ഭൂമി ടൂറിസത്തിന് വേണ്ടി അനുവദിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റും തയ്യാറായിട്ടുണ്ട്. ആ അനുവദിച്ചിരിക്കുന്ന ഭൂമിയിൽ ടൂറിസം ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണവും പദ്ധതിയും കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് വാങ്ങി വിനിയോഗിക്കാനുള്ള അനുവാദവും പ്രോത്സാഹനവും സംസ്ഥാന സർക്കാർ കൊടുക്കണം. ടയർ കമ്പനികൾക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1788 കോടി രൂപയാണ് ഏതാനും നാൾ മുമ്പ് പിഴയിട്ടത്. ഈ തുക കർഷകർക്ക് സബ്സിഡിയായി നൽകണമെന്ന് കർഷക സംഘടനകൾ പലകുറി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര ബജറ്റിൽ ഒന്നുമുണ്ടായില്ല. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.